ജബ്ബാറേ, എവിടെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? പറട്ടെ, ഞാൻ കൊച്ചി മെട്രോ കാണാൻ പോയതാ. അത് ശരി, അത് കൊള്ളാലോ. മെട്രോ കാണാൻ വേണ്ടി പോവാണോ? കൊള്ളാം 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 കൊള്ളാം. എന്നിട്ട് നല്ല തിരക്കാട്ടോ, ഭയങ്കര തിരക്കാ. വലിയ തിരക്കാണെന്നോ? തിരക്ക് കൂടട്ടെ. മെട്രോ എത്രയും പെട്ടെന്ന് ജനകീയമാവട്ടെന്ന്. പിന്നെ ജബ്ബാറേ, മെട്രോയിലും മെട്രോയുടെ പരിസരത്തും നിൻ്റെ ഈ അലുക്കുലുത്ത് പരിപാടികളുമായിട്ടൊന്നും പോയേക്കരുത്. അവിടെ നിയമം വളരെ കർശനമാണ്. ഫൈൻ കൊടുത്താ പോരെ? ഫൈൻ കൊടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. 6 മാസം മുതൽ 4 വർഷം വരെ തടവ് കിട്ടാനുള്ള വകുപ്പുമുണ്ട്. എങ്ങനെയെന്നോ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യ യാത്രയ്ക്ക് എത്തിയതല്ലേ ഇത്തിരി ലഹരിയായി കളയാം എന്ന് കരുതണ്ട. അയ്യോ പറച്ചോനെ. മദ്യപിച്ചോ മറ്റു ലഹരി ഉപയോഗിച്ചോ മെട്രോയിലോ മെട്രോ പ്ലാറ്റ്ഫോമിലോ കയറിയാൽ രൂപ 500 ഫൈൻ. അതുമാത്രമല്ല, മാന്യമല്ലാത്ത ഒരു പെരുമാറ്റവും അവിടെ പുറത്തെടുത്തേക്കരുത്. ചീത്ത വിളിയോ വഴക്കുണ്ടാക്കലും ഒക്കെ ഫൈൻ ക്ഷണിച്ചു വരുത്തും. ഓർത്തോ? ഫുഡ് കഴിക്കാൻ പറ്റുമോ അതിനകത്ത്? ആഹാരം കഴിക്കാമോ? പാടില്ല. അതും ഫൈൻ കിട്ടാനുള്ള പരിപാടിയാകും. ഭക്ഷണപാനീയങ്ങൾ മെട്രോയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല്ലതും തിന്നോണ്ടോ കുടിച്ചോണ്ടോ അങ്ങോട്ട് പ്രവേശിക്കണ്ട. പിന്നെ മെട്രോ വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നവർക്കും പണിഷ്മെൻ്റ് ഉണ്ട്. ട്രെയിനിൽ കുത്തിവരയ്ക്കുന്നതും വല്ല പരസ്യവും ഒട്ടിക്കുന്നതും മറ്റും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്താൽ അതും ഫൈൻ അടിക്കുന്നതിന് ഇടയാക്കും. ലഗേജ് എടുക്കാൻ പറ്റുമോ? ലഗേജ് അതും പറ്റില്ല. വലിയ വലിയ ലഗേജും കൊണ്ടൊന്നും ഇപ്പോൾ മെട്രോയിൽ കയറാൻ പറ്റില്ല. അതുപോലെ അപകട സാധ്യതയുള്ള വസ്തുക്കൾ അവയും കൈവശം വച്ച് അതിൻ്റെ പരിസരത്ത് കൂടി പോകാമെന്ന് കരുതണ്ട. രൂപ 5000 പിഴയും 4 വർഷം തടവും ലഭിക്കും. പിന്നെ മെട്രോ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ അനാവശ്യമായി മെട്രോയുടെ എമർജൻസി സ്റ്റോപ്പിംഗ് സിസ്റ്റം ഉപയോഗിക്കുകയോ ചെയ്താലും പിഴയാണ് മോനെ. രൂപ 2000 ആ വഴിക്ക് പോയി കിട്ടും. അയ്യോ പറച്ചോനെ. പിന്നെ എൻ്റെ ഉപദേശം നീ തെറ്റായിട്ടെടുക്കണ്ട. നീ ഇതൊന്നും ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്യാനിടയായാൽ ലഭിക്കാവുന്ന പിഴ ശിക്ഷകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കൊള്ളാം, കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയും. എന്താ പറഞ്ഞേ? മെട്രോയിൽ കയറാൻ ഞാൻ വരാം, ധൃതിയൊന്നുമില്ല. പിന്നെ ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്തും കൊണ്ടുവരുമെന്നല്ലേ നമ്മുടെ ശ്രീധരേട്ടൻ പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, കാത്തിരിക്കാം. ശരി ശരി ശരി. അപ്പോൾ ആദ്യ മെട്രോ യാത്രയ്ക്ക് ആശംസകൾ. പോയി വരൂ പോയി വരൂ.